രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ ക്രൂരനാണോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചേക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരനാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ മൂന്നാമത്തെ പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മറ്റ് 2 കേസുകളിലും മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് ആ വലിയ ഇഷ്യൂ ഒക്കെ നേരിടുന്ന സമയത്താണ് മൂന്നാമത്തെ പരാതിക്കാരിയും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ഈ കസർത്തൊക്കെ നടക്കുന്നത്. ആ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമത്തെ പരാതിക്കാരിയോട് പറയുന്ന വിഷയങ്ങളുണ്ട്, ഭീഷണിയുണ്ട്. ഞാനിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്കിതിനകത്ത് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതിന് പകരമായി ഞാൻ ചിലത് ചെയ്താൽ അത് നിങ്ങൾ താങ്ങുകയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭീഷണി. ആലോചിച്ച് നോക്കുക. 2 കേസുകളിൽ അകപ്പെട്ട് ആകെ താറുമാറായി നിൽക്കുമ്പോഴും മൂന്നാമതൊരു കേസിന്റെ സാധ്യത തെളിഞ്ഞു വരുമ്പോഴും ഇയാൾ ആ യുവതിയെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോ ഇയാൾക്കറിയാം ഇയാൾ ചെയ്തത് തെറ്റാണ് എന്ന് കൃത്യമായി അറിയാം. ഇങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെടും, ജയിലിൽ അടയ്ക്കപ്പെടും. ഇതൊക്കെ ഇദ്ദേഹത്തിന് കൃത്യമായി അറിയാം. രാഹുൽ മാങ്കൂട്ടത്തിലിന് അറിയാം. അയാളുടെ ഇമേജ് മുഴുവൻ പോയി നിൽക്കുകയാണെന്നറിയാം. ഇമേജ് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അടുത്ത പരാതിക്കാരി ഇങ്ങനൊരു പരാതി വരുമെന്ന് ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല. ഓൺലൈനായി പരാതി കിട്ടുമെന്നും അല്ലെങ്കിൽ അതിൽ ആ യുവതിയും രഹസ്യമാക്കി വെച്ചത് കൊണ്ടാകാം ഇപ്പോൾ അറസ്റ്റൊക്കെ നടന്നത്. ഏതായാലും ആ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ എന്നെങ്കിലും നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഞാൻ കുറച്ച് ആളുകളുമായി അവിടെ വരും. അത് മാത്രമല്ല, മറ്റ് 2 പരാതിക്കാരികളെ കുറിച്ചും പറയുന്നുണ്ട്. എന്താണ്? എന്നെ ഈ ഗതിയിലാക്കിയ 2 പരാതിക്കാരുണ്ടല്ലോ, അവർക്ക് അതേ നാണയത്തിൽ ഞാൻ തിരിച്ചടി നൽകും. അതേ നാണയത്തിൽ എന്നെ ഇങ്ങനെ കുടുക്കി എൻ്റെ സർവമാന ഇമേജും നഷ്ടപ്പെടുത്തിയ അവർക്ക് ഞാൻ കൃത്യമായ തിരിച്ചടി നൽകുമെന്നാണ് രാഹുലിന്റെ ഭീഷണി. ഒന്ന് ഓർത്തു നോക്കുക. ഇങ്ങനെയാണോ ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ഒരു കോൺഗ്രസ് നേതാവ് ചെയ്യേണ്ടത്? ഈ 2 കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ രാഹുലിന്റെ ഭീഷണി കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. ഈ ഭീഷണിയിൽ ഉൾപ്പെടുന്ന വസ്തുതകൾ, കാര്യങ്ങൾ, ഇയാൾ പറയുന്ന രീതി, പിന്നെ ഇയാൾ ഏത് പശ്ചാത്തലത്തിലാണ് ഈ യുവതിയോട് സംസാരിക്കുന്നത്. ഒന്ന് പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ 2 കേസുകളിൽ പ്രതിയായി നിൽക്കുകയാണ്, 2 കേസുകളിൽ നാണം കെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് മൂന്നാമതൊരു ഇഷ്യൂ കൂടി റൈസ് ചെയ്യപ്പെടുമ്പോൾ അവരെടുത്ത് പറയുന്നത്, നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, ഞാൻ ഇതിനേക്കാൾ പകരം ചെയ്യും. എനിക്കെതിരെ നേരത്തെ പരാതി കൊടുത്ത അവർക്കെതിരെയും ഞാൻ കൃത്യമായി ചെയ്തിരിക്കും എന്ന് ഭീഷണിപ്പെടുത്തണമെങ്കിൽ അയാൾ ഒരു ഇൻബോൺ ടാലന്റഡ് ക്രിമിനൽ എന്നല്ലാതെ മറ്റെന്ത് വിശേഷണമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ചേരുക?